SSLC മാത്സ് ചാപ്റ്റർ 1 അരിത്മെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ്. ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്പർ പാറ്റേൺസ്, അതായത് സംഖ്യാക്രമങ്ങൾ. ഇതിലെ പാറ്റേൺസ് നോക്കുക. നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യ, ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യ, ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യ, അതുപോലെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പകുതി, 1ൻ്റെ പകുതി അര, 2ൻ്റെ പകുതി 1, 3ൻ്റെ പകുതി 1.5. അതുപോലെ എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങൾ, 1ൻ്റെ സ്ക്വയർ 1×1 1, 2ൻ്റെ സ്ക്വയർ 2×2 4, 3ൻ്റെ സ്ക്വയർ 3×3 9. അപ്പോൾ ഈ പാറ്റേൺസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അതായത് ഓരോന്നിനും ഓരോ റൂൾസാണ്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 1ൻ്റെ കൂടെ 1 കൂട്ടിയിട്ടാണ് പോണത്. ഈവൻ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 2 കൂട്ടിയിട്ടാണ് പോണത്. ഓഡ് നമ്പേഴ്സ് ഇതുപോലെ ഈവൻ നമ്പേഴ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ അരയാണ് കൂട്ടി പോണത്. അങ്ങനെ ഓരോ പാറ്റേൺസിനും ഓരോ റൂൾസ് ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് വെച്ചിട്ട് ഒരു പാറ്റേണിനെ അറേഞ്ച് ചെയ്ത് ഓർഡർ ആക്കിയിട്ട് എഴുതുന്നതിനാണ് നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണി എന്ന് പറയാം. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ നോക്കാം. പോളിഗൺസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ ഓർഡറിൽ നമ്മൾ സീക്വൻസ് ചെയ്തെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ, ക്വാഡ്രിലേറ്ററൽ, പെൻറ്റഗൺ ഇങ്ങനെ പോകും. അതിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ, അതായത് അകക്കോണുകൾ തുക, അവരുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സീക്വൻസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ത്രികോണത്തിൻ്റെ 180, അതുപോലെ ചതുർഭുജത്തിൻ്റെ 360, പെൻറ്റഗണിൻ്റെ 540. അപ്പോൾ ഇതും ഒരു സീക്വൻസാണ്. ഇനി ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 8, 9. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് ഡോട്ട്സ് വെച്ചിട്ട് ത്രികോണത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യന് ഇതാണ്: ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം. അപ്പോൾ ഫസ്റ്റത്തിൽ 3, രണ്ടാമത്തിൽ 6, മൂന്നാമത്തിൽ 10. അപ്പോൾ ഈ പാറ്റേണിലുള്ള നമ്മുടെ സീക്വൻസ്, അതായത് ശ്രേണി കിട്ടി 3, 6, 10. ഇനി അതിലുള്ള വേറെ ചോദ്യമാണ്, തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം എഴുതുക. അതായത് നെക്സ്റ്റ് 3 എഴുതാനാണ് പറയണത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫസ്റ്റ് 3യുടെ കൂടെ രണ്ടാമത്തെ പാറ്റേൺ ആവാണെങ്കിൽ 3 ആഡ് ചെയ്തത്. അതായത് ആദ്യത്തെ 3ൻ്റെ കൂടെ വീണ്ടും 3 ആഡ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ പാറ്റേൺ ഉണ്ടായത്. മൂന്നാമത്തെ പാറ്റേൺ എങ്ങനെ ഉണ്ടായത്? ഈ രണ്ടാമത്തെ പാറ്റേണിൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ. അതായത് ഒന്നാമത്തിൻ്റെ കൂടെ ആദ്യം 2 ആഡ് ചെയ്തു, പിന്നെ 3 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സംഖ്യ 5 ആഡ് ചെയ്യും, 6 ആഡ് ചെയ്യും, 7 ആഡ് ചെയ്യും. അതായത് ലാസ്റ്റ് കിട്ടിയ നമ്പറിൻ്റെ കൂടെ വേണം അത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നിൽക്കുന്നത് 10ആണ്. 10ൻ്റെ കൂടെ നമ്മൾ അടുത്തത് 5 ആഡ് ചെയ്യുക, അപ്പോൾ 15 കിട്ടും. 15ൻ്റെ കൂടെ അടുത്തത് 6 ആഡ് ചെയ്യുക, 21 കിട്ടും. 21ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക, അപ്പോൾ 28. അപ്പോൾ ഇതാണ് അടുത്ത 3 സീക്വൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ തന്നിട്ടുള്ള പാറ്റേൺ റെഗുലർ പോളിഗൺസിൻ്റെ ഒരു പാറ്റേൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ ഇതൊക്കെ സാധാരണ പോലത്തെ അല്ല, എല്ലാത്തിൻ്റെയും സൈഡ്സൊക്കെ ഈക്വൽ ആയിരിക്കണം. അങ്ങനത്തെ വരുന്ന പോളിഗൺസിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് എന്ന് പറയാം. ട്രയാങ്കിൾ ആണെന്നുവെച്ചെങ്കിൽ ഇക്വലേറ്ററിലായിരിക്കും, അതായത് 3 സൈഡും ഈക്വൽ. സ്ക്വയർ 4 സൈഡും ഈക്വൽ ആയിരിക്കും. പെൻറ്റഗൺ 5 സൈഡുള്ള ഏതെങ്കിലും ഒരു സ്ട്രക്ചർ പോലെ 5 സൈഡും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് എന്ന് പറയാം. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ് 3, 4, 5, 6 അങ്ങനെ ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്, സ്ക്വയർ 4 സൈഡ്, പെൻറ്റഗൺ 5 സൈഡ്, അടുത്ത ഹെക്സഗൺ 6 സൈഡ്, ഇങ്ങനത്തെ പാറ്റേൺ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്നാണ്. അതായത് ഉള്ളിലത്തെ അകക്കോണുകളുടെ എണ്ണം, അകക്കോണുകളുടെ തുക, സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഇക്വേഷൻ n-2 × 180 വെച്ചിട്ട് ട്രയാങ്കിളിൻ്റെ n-ൻ്റെ സ്ഥലത്ത് 3 എന്ന് കൊടുക്കുക, സ്ക്വയറിൻ്റെ n-ൻ്റെ സ്ഥലത്ത് 4 എന്ന് കൊടുക്കുക. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സീക്വൻസ് 180, 360, 540 ഇങ്ങനെയാണ് വരിക. അടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ്.
സം ഓഫ് ഔട്ടർ ആംഗിൾസ് എല്ലാത്തിൻ്റെയും 360 ആണ് വരിക. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എല്ലാതും സെയിം ആയിരിക്കും. അടുത്തത് ഒരു ഇന്നർ ആംഗിൾ. ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആംഗിൾ 60 ആണ് വരിക. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 180 ആണ് ഒരു ട്രയാങ്കിളിനുള്ളത്തെ സമ്മ്. അതായത് ടോട്ടൽ 180 ആണ്. അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ കണ്ടുപിടിക്കാൻ 180 ഡിവൈഡഡ് ബൈ 3 അങ്ങനെ വരുമ്പോൾ 60 കിട്ടും. സ്ക്വയറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 360 ഹരിക്കണം 4. അടുത്ത പെൻറ്റഗൺ 540 ഹരിക്കണം 5. അപ്പോൾ ഓരോ ആംഗിൾസും കിട്ടി. അടുത്തത് അതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഒരു ഔട്ടർ ആംഗിളാണ്. നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 180 മൈനസ് ചെയ്താൽ മതി. ഈ 180 എങ്ങനെ മൈനസ് ചെയ്യണമെന്ന് കിട്ടുന്നതെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം ഒരു ലീനിയർ പെയർ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ഒരു ആംഗിൾ 60 എന്നുണ്ടെങ്കിൽ അതിന് നേരെ ആയിരിക്കും അതിൻ്റെ അടുത്ത ബാക്കിയുള്ള ആംഗിൾ വരിക. അപ്പോൾ അത് ആണ് 180 മൈനസ് ചെയ്യണമെന്ന് പറയുന്നത്. 180 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിളിലെ ഔട്ടർ ആയിട്ടുള്ള ആംഗിൾ കിട്ടും 120. അപ്പോൾ ഇങ്ങനെ 90 അടുത്ത 90 കിട്ടും. അതുപോലെ 108 അടുത്ത 72 കിട്ടും. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണി, അതുപോലെ 2 ശിഷ്ടം വരുന്ന ശ്രേണിയും എഴുതാനാണ്. ഇതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി എന്താ വെച്ചെങ്കിൽ എന്തിനെ കൊണ്ടാണോ ഹരിക്കാൻ പറഞ്ഞേക്കുന്നത്, അതായത് 3 കൊണ്ടാണ് ഇവിടെ ഹരിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 ടേബിൾ നോക്കുക. 3, 6, 9. ഈ 3, 6, 9 നമ്മൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആണ് വരിക. ഇവിടെ നമുക്ക് വരേണ്ടത് എന്താണ്, 1 ആണ്. അതായത് എക്സ്ട്രാ ഒരു 1 വരണമെങ്കിൽ നമ്മൾ ഹരിക്കാൻ പോകുന്ന സംഖ്യയുടെ കൂടെ ഒരു എക്സ്ട്രാ 1 വരണം. അതായത് 3 ടേബിളിൻ്റെ കൂടെയൊക്കെ ഓരോന്ന് ആഡ് ചെയ്യുക. അപ്പോൾ 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 4, അടുത്തത് 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 7, അടുത്തത് 9ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സീക്വൻസ് വരിക. അപ്പോൾ 1 എങ്ങനെയാണ് വന്നത്, അപ്പോൾ നമുക്കറിയാം ഈ ടേബിൾ 3 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മുടെ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുക 4 നിങ്ങളെല്ലാവരും വിചാരിക്കുക. പക്ഷേ നമ്മുടെ കോമൺ ഡിഫറൻസ്, അതായത് എത്ര സംഖ്യ കൂട്ടിയിട്ടാണ് ഈ സീക്വൻസ് ഉണ്ടായിരിക്കുന്നത്, 3 എന്നുള്ള സംഖ്യ കൂട്ടിയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 4 വരികയാണെങ്കിൽ എന്തായാലും മുന്നത്തെ ഒരു 3 കുറച്ച് കഴിഞ്ഞാൽ 1 ഉണ്ടാവുമെന്ന് നിങ്ങൾ എന്തായാലും വിചാരിക്കണം. അപ്പോൾ 1 ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന സീക്വൻസ്. അടുത്തത് 2 ശിഷ്ടം വരുന്ന ശ്രേണി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്ന പകരം 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 2 ആയിട്ട് വരും. അപ്പോൾ 2, 5, 8, 11. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. അപ്പോൾ ആദ്യം നമ്മുടെ സീക്വൻസ് എഴുതുക. 1, 6, 11, 16, 21, 26 ഇങ്ങനെ പോകും. അതിലത്തെ ക്വസ്റ്റ്യൻ ഈ സീക്വൻസിനെ രണ്ട് രീതിയിലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, വിവരിക്കാനാണ് പറയണത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത് 5 ടേബിളിൻ്റെ കൂടെ ഓരോന്ന് ആഡ് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 3ൻ്റെ ടേബിളിൻ്റെ കൂടെ ഓരോന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ആഡ് ചെയ്യണത് ആ നമ്പറായിരിക്കും ശിഷ്ടമായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ 5 ടേബിളിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസാണിത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടണ, അതായത് 1 ശിഷ്ടം കിട്ടുന്ന സീക്വൻസ്. ഇനി വേണമെങ്കിൽ രണ്ടാമത്തെ നമ്മൾ എന്താ എഴുതേണ്ടത്, അതായത് ഇതിപ്പോൾ 5ൻ്റെ ടേബിളാണ്. ഈ 5ൻ്റെ ടേബിൾ നോക്കിയാൽ 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്വൻസ് കിട്ടും. അതായത് 5, 10, 15. 5 4 മൈനസ് ചെയ്താൽ 1, 10 4 മൈനസ് ചെയ്താൽ 6, 15 4 മൈനസ് ചെയ്താൽ 11. അപ്പോൾ ഈ 2 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ശ്രേണീനെ വിവരിക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക. ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഒക്കെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ
ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പിക്ചറാണ് ഫസ്റ്റത്തെ. ഇനി ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതായത് ഈ വലിയ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പിക്ചർ മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതായത് മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ലെഫ്റ്റിൽ റൈറ്റിൽ. ഈ ട്രയാങ്കിളൊക്കെ നമ്മൾ വീണ്ടും ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് വീണ്ടും ചെയ്യാം. അതായത് മുകളിലത്തെ ട്രയാങ്കിളിനെ നമ്മളിതുപോലെ മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്യുക, വീണ്ടും ഉള്ളിൽ നിന്ന് ട്രയാങ്കിൾ കട്ട് ചെയ്ത് മാറ്റുക, അതുപോലെ സൈഡത്തെ 2 ട്രയാങ്കിളിലും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് സെക്കൻഡ് പിക്ചർ. ഇനി അതൊന്ന് കിട്ടിയിട്ടുള്ള ട്രയാങ്കിളിനുള്ളിൽ നിന്ന് വീണ്ടും മിഡ് പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ട്രയാങ്കിൾ വീണ്ടും കട്ട് ചെയ്ത് മാറ്റുക. ഇതാണ് തേർഡ് പിക്ചർ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സീക്വൻസാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾ ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? അത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 3, 9, 27 ഇങ്ങനെ എണ്ണി നോക്കി കഴിഞ്ഞാൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടേക്കിംഗ് ദ ഏരിയ ഓഫ് ഹോൾ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1. അതായത് ഇത് കട്ട് ചെയ്യണേക്കാൾ മുന്നേ ഫുൾ റെഡ് ട്രയാങ്കിൾ ആയിരിക്കും, ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യണേക്കാൾ മുന്നേ. ആ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയണേക്കാൾ മുന്നേ ഉള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അതായത് ടോട്ടൽ 1 ആണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 4 ട്രയാങ്കിളാണുള്ളത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ എത്ര ആയിരിക്കും? 1/4. അടുത്തത് 1/16. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ? നമുക്കറിയാം ഒരെണ്ണത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം ട്രയാങ്കിളിൻ്റെ ഏരിയ 1/4 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് 3 ട്രയാങ്കിളാണ്. അപ്പോൾ 3 × 1/4. അതായത് ഒരെണ്ണത്തിൻ്റെ ഏരിയ നമുക്കറിയാം, അപ്പോൾ 3 ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ 3 × 1/4. ഇനി സെക്കൻഡ് പിക്ചർ ആകുമ്പോൾ 9 × 1/16, തേർഡ് പിക്ചർ ആകുമ്പോൾ 27 × 1/64. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ 3 സീക്വൻസ്. അതിൻ്റെ ആൻസർ ഇപ്പോൾ കിട്ടിയ 3 സീക്വൻസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുക. 3, 9, 27. അതിൻ്റെ കൂടെ വീണ്ടും 3 ഇൻറ്റു ചെയ്യുക. 81, 81ന് കൂടെ വീണ്ടും 3 ഇൻറ്റു ചെയ്യുക. അതുപോലെ അടുത്ത സീക്വൻസ് 4 ഇൻറ്റു ചെയ്ത് പോവുക. അതായത് 4 × 4 ആണ് 16, 16 × 4 64, 64 × 4 256. ഇങ്ങനെ ഇൻറ്റു ചെയ്ത് പോവുക. ഇതന്നെ അടിയിലത്തെയും. അടുത്ത ടോപ്പിക്ക് അരിത്മെറ്റിക് സീക്വൻസസ്, സമാന്തര ശ്രേണികൾ. ദ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2, 4, 6. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താ വരിക? 8, 10, 12 ഇങ്ങനെ പോവും. അപ്പോൾ ഈ 8, 10 എന്നൊക്കെ കിട്ടാൻ കാരണം നമുക്കറിയാം ഇവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്ത് പോകണതെന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്, 4ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തപ്പോഴാണ് 6 കിട്ടിയത്. അപ്പോൾ ആ നമ്പറിനെ ആയിരിക്കും വീണ്ടും ആഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ആ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം സെക്കൻഡ് ടേം ഒന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. അപ്പോൾ 2 എന്ന് കിട്ടി. ഈ 2 ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് പോണത്. ഇനി അടുത്ത ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നോക്കാം. 1, 3, 5. അപ്പോൾ അടുത്തത് 7 വരിക. ഇതെങ്ങനെ കിട്ടുന്നത്? അതായത് 2 ആഡ് ചെയ്ത് പോകണമെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ 7 കിട്ടും, 9, 11 ഇങ്ങനെ കിട്ടും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും ആഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നമ്പർ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് സീക്വൻസ് ഫുള്ളാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ദ സീക്വൻസ് ഓഫ് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് പോളിഗൺ അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സൈഡ്സ്. അതായത് വശങ്ങളുടെ എണ്ണത്തിൻ്റെ ക്രമത്തിലെടുത്തു കഴിഞ്ഞാൽ ബഹുഭുജങ്ങളുടെ പുറംകോണുകളുടെ തുക 360 നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, 100 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്ന് ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് ശ്രേണി എന്തായിരിക്കും? 95, 90 ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, 5 എന്നുള്ള സംഖ്യ കുറഞ്ഞിട്ടാണ് പോകണമെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ -5 ആഡ് ചെയ്ത് പോകണതെന്ന് മനസ്സിലാക്കാം. ഇനി എ സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് 1 നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ ഈസ് കോൾഡ് അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഒരു
നമ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിനെ ആഡ് ചെയ്തിട്ട്, അതായത് ആ നമ്പറിൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്കൊരു സീക്വൻസ്, അതായത് അരിത്മെറ്റിക് സീക്വൻസ് കിട്ടുക. ഇവിടെ നമ്പർ ഗോട്ട് ബൈ സബ്സ്ട്രാക്റ്റിംഗ് പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 കൂടെ 2 മൈനസ് ചെയ്തപ്പോഴാണ് 2 കിട്ടിയത്. അപ്പോൾ ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടതെന്ന് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുക, അതായത് പൊതുവ്യത്യാസം. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് 10, ആഡ് ചെയ്യണത് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം 10, 3 ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ 10ൻ്റെ കൂടെ 3 13, പിന്നെ 16 19 ഇങ്ങനെ വരും. അപ്പോൾ ആഡ് ചെയ്യുന്ന നമ്പർ എന്താണോ അതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് 10 ആണ്. 3 എന്നുള്ള സംഭവം, അത് 3 എന്നുള്ള നമ്പറാണ് ആഡ് ചെയ്ത് നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അടുത്തത് ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 13. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ റീസൺ എഴുതണം. ഒപ്പം അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞിട്ടുണ്ട് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ ടേബിൾ അതിൻ്റെ കൂടെ ഓരോന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4ൻ്റെ ടേബിളിൻ്റെ കൂടെ ഓരോന്ന് ആഡ് ചെയ്യണ സീക്വൻസാണ് വരിക. അപ്പോൾ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5, അടുത്ത 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9, ഇങ്ങനെ. അതിൽ നമ്മൾ കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടി. അതായത് 4 ടേബിൾ എന്ന് പറയുമ്പോൾ 4 ആഡ് ചെയ്തതായിരിക്കുമല്ലോ. അപ്പോൾ 5 സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. 5ന് തൊട്ട് മുന്നേ 4 കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ നോക്കിയിട്ട് അതും കൂടി എഴുതണം. കാരണം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ കാരണം ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് 1. അപ്പോൾ ഇതിൻ്റെ റീസൺ 4 കൂട്ടി പോണത്, അതുകൊണ്ട് തന്നെ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി രണ്ടാമത്തത്, 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1ഉം 2ഉം ശിഷ്ടം വരുന്ന സംഖ്യകൾ എഴുതാനാണ്. അപ്പോൾ 1 ശിഷ്ടം വരണമെങ്കിൽ 4 ടേബിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. 2 ശിഷ്ടം വരണമെങ്കിൽ 4 ടേബിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. അപ്പോൾ 1 ആഡ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്, 1 5 9. ഇനി 2 ശിഷ്ടം വരണമെന്നുണ്ടെങ്കിൽ 4 ടേബിളിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക. അതായത് 4 കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 6, അടുത്തത് എന്തായിരിക്കും വരിക, 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 10. അപ്പോൾ നേരത്തെയും ഇപ്പത്തെയും സീക്വൻസ് മിക്സ് ചെയ്തിട്ടാണ് എഴുതാൻ, അതായത് 1ഉം 2ഉം ഒരുമിച്ച് എഴുതാനാണ് പറയണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല. ആദ്യത്തെ 2 സംഖ്യകൾ മൈനസ് ചെയ്യുമ്പോൾ 1 വരിക. പിന്നത്തെ 2 സംഖ്യകൾ മൈനസ് ചെയ്യുമ്പോൾ 3 വരും. പിന്നത്തെ 2 സംഖ്യകൾ വരുമ്പോൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഇല്ല, പൊതു വ്യത്യാസം ഇല്ല. കോമൺ ഡിഫറൻസ് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ വേണം, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം സെയിം ആവണം. ഇവിടെ ചേഞ്ച് വരുന്ന കാരണം കോമൺ ഡിഫറൻസ് എന്നുള്ള സംഭവം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കോമൺ ഡിഫറൻസ് ഇല്ലാത്തൊരു സീക്വൻസ് ഒരിക്കലും അരിത്മെറ്റിക് സീക്വൻസ് ആവില്ല. അടുത്ത മൂന്നാമത്തെ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങൾ. അപ്പോൾ 1ൻ്റെ 1, 2ൻ്റെ 4, 3ൻ്റെ സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇവിടെ നോക്ക്, കോമൺ ഡിഫറൻസ് ഇതിന് എല്ലാവർക്കും ഒരേപോലെ അല്ല. അപ്പോൾ അത് കാരണം തന്നെ കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യയുടെ വിപരീത ഭിന്നങ്ങൾ. നമുക്കറിയാം, ഒരു നമ്പേഴ്സിൻ്റെ അടിയിൽ ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ 1/1 അങ്ങനെയാണ് എഴുതുക. അതുപോലെ 2 ആണെന്നുണ്ടെങ്കിൽ 2/1, 3 ആണെന്നുണ്ടെങ്കിൽ 3/1. അപ്പോൾ ഇവരുടെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇത് തലതിരിച്ച് എഴുതുക. അപ്പോൾ 1/1നെ തലതിരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ 1 തന്നെയാണ് വരിക. 2/1നെ തലതിരിച്ചിട്ട് എഴുതുമ്പോൾ 1/2, 3/1 1/3 ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് ഇല്ല. അത് കാരണം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് പവേഴ്സ് ഓഫ് 2. 2ൻ്റെ പവർ 2^1, 2^2, 2^3 ഇങ്ങനെ വരുമ്പോൾ 2, 4, 8 ഇങ്ങനെയാണ് വരിക. ഇവിടെയും കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല.
അടുത്തത് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് 1, 3, 5 ഇവരൊക്കെ ബൈ 2 എന്ന് വെച്ച് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് ഇതിനുമില്ല. അത് കാരണം ഇതും സമാന്തര ശ്രേണിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ പിക്ചേഴ്സ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. ചെറിയ സ്ക്വയേഴ്സ് എഴുതുക. അതിൽ ഒന്നാമത്തിൽ 2 എണ്ണം ഉണ്ട്, പിന്നെ 4 എണ്ണം, പിന്നെ 6 എണ്ണം, പിന്നെ 8. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. നമുക്കറിയാം ഒന്നാമത്തെ ചിത്രത്തിൽ ലാർജ് സ്ക്വയേഴ്സ് ഇല്ല, കാരണം രണ്ട് കുഞ്ഞിതുകൾ തമ്മിൽ വെക്കുമ്പോൾ അത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ പിക്ചറിൽ 0, രണ്ടാമത്തെ പിക്ചറിൽ 1 ഉണ്ട്, മൂന്നാമത്തെ പിക്ചറിൽ 2 എണ്ണം ഉണ്ടാവും, പിന്നെ 3 എണ്ണം, അങ്ങനെ പോകും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചേഴ്സ്. അതായത് ചെറുതും വലുതുമായിട്ടുള്ള സ്ക്വയേഴ്സ് മൊത്തം എഴുതണ സീക്വൻസാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് എഴുതണം. ഒന്നാമത്തെ പിക്ചറിൽ 2 എണ്ണം, രണ്ടാമത്തെ പിക്ചറിൽ 4 ചെറിയതും 1 വലുതും കൂടി ചേർന്നാൽ 5, മൂന്നാമത്തെ പിക്ചറിൽ 6 കുഞ്ഞിതും 2 വലുതും കൂടി ചേർന്നാൽ 8. അപ്പോൾ 2, 5, 8, 11 ഇങ്ങനെ പോകും. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പിക്ചർ നോക്കുക. ഇതിൽ സെയിം അകലം ഇടപെട്ടിട്ടാണ് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചെങ്കിൽ സീക്വൻസ് ഓഫ് ഹൈറ്റ് AP ആണ്, അതായത് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുക. നമ്മൾ ഫസ്റ്റത്തെ ഹൈറ്റ് നമ്മൾ H1 കൊടുക്കുക. സെക്കൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ഹൈറ്റിന് കൂടെ ഒരു ഡിസ്റ്റൻസ് കൂടിയതായിരിക്കും. അതായത് H2 എന്ന് പറയുന്നത് H1ൻ്റെ കൂടെ ഒരു ഡിസ്റ്റൻസ് കൂടിയതായിരിക്കും. ഒരു D എന്ന് വെറുതെ കൊടുക്കുകയാണ്, ഡിസ്റ്റൻസിൻ്റെ ഒരു D കൊടുക്കുകയാണ്. അപ്പം H2 എന്ന് പറയുന്നത് H1 + D ആണ്. അതുപോലെ മൂന്നാമത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹൈറ്റിൻ്റെ കൂടെ ഈ ഉയരം കൂടിയതാണ്. അപ്പോൾ H3 = H2 + D എന്നാണ് വരിക. ആ H2ൻ്റെ സ്ഥലത്ത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള H1 + D ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ H1 + 2D എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഹൈറ്റിന് കൂടെ D കൂട്ടിയതാണ് രണ്ടാമത്തെ ഹൈറ്റ്. ഇനി ഒന്നാമത്തെ ഹൈറ്റിന് കൂടെ 2D കൂട്ടിയതാണ് മൂന്നാമത്തെ ഹൈറ്റ്. ഇനി ഒന്നാമത്തെ ഹൈറ്റിന് കൂടെ 3D കൂട്ടിയതാണ് നാലാമത്തെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഹൈറ്റിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതായത് സെയിം ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കൂട്ടി പോണത്. അതായത് ഇതിന് ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് D. അപ്പോൾ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അടുത്ത ടോപ്പിക്ക് പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും. ഒരു അരിത്മെറ്റിക് സീക്വൻസ്, അതിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും 1, 11 വിചാരിക്കുക. അപ്പോൾ അതിന് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, 11 2 അടുപ്പിച്ചുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പുതിയ വ്യത്യാസം കിട്ടി 10. ആ 10 കൂട്ടിക്കഴിഞ്ഞാൽ ഈ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതേ സംഖ്യ 1, 11 ഒന്നാമത്തെയും മൂന്നാമത്തെയും ടേമായിട്ടാണ് എടുത്തേക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ ആ സെൻറ്ററത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അടിയത്തെ ഫിഗർ നോക്കുക. 1, 11 അതായത് ഒന്നാം പദവും മൂന്നാം പദവും ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ സെൻട്രലത്തെ ആ സെക്കൻഡ് ടേമാണ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ടേമിന് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 2 അറ്റത്തെ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 കിട്ടുക. ഈ 10 എന്നുള്ളത് 2 ഇരട്ടിയാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഭാഗത്ത് നമുക്ക് 1 കൊടുക്കാം, അപ്പുറത്ത് 2. അതായത് ഫസ്റ്റ് ടൈം കൂട്ടാണ്ട് ഈ സെൻറ്ററത്തെ തൊട്ടിട്ടുള്ള നമ്പേഴ്സ് തൊട്ടിട്ട് അടുത്ത അവസാനം വരെയുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കും 11 അങ്ങനെ 2 ടേം. അപ്പോൾ 2 ഇരട്ടിയാണ്, അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇതിനിടയിൽ 2 സംഖ്യകളോ 3 സംഖ്യകളോ ഒക്കെ ഗ്യാപ്പായിട്ട് വരും. അപ്പോൾ എത്ര സംഖ്യകളെന്ന് മനസ്സിലാക്കാൻ ഈ ഫസ്റ്റ് ടേം കൂട്ടാണ്ട് ബാക്കിയുള്ള നമ്പേഴ്സാണ് കൂട്ടേണ്ടത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്പേഴ്സ് ഇരട്ടിയാണ് ഈ ഡിഫറൻസ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും തന്നിട്ടുള്ള ലാസ്റ്റ് ടേമും മൈനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇടയിൽ 2 സംഖ്യകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ സംഖ്യ കൂട്ടാണ്ട്
2 സംഖ്യ പ്ലസ് ലാസ്റ്റ് സംഖ്യ അങ്ങനെ 3 ഇരട്ടി എന്ന് പറഞ്ഞിട്ട് വരും. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് 1 2 അങ്ങനെ ഈ 10 എന്നുള്ള സംഖ്യ 2 ഇരട്ടിയായിട്ട് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററത്തെ നമ്പർ 10/2 5. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ 5 കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ 1ൻ്റെ കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ 6 കിട്ടും. 6ൻ്റെ കൂടെ 5 കൂട്ടി കഴിഞ്ഞാൽ 11 കിട്ടും. എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 15 ഫില്ല് ചെയ്യാനാണ്. അതിൽ ഒന്നാമത്തെ നോക്കാം. 2 അടുപ്പിച്ചുള്ള സംഖ്യകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുവെച്ചെങ്കിൽ അതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, 18 കിട്ടും. അതാണ് കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ സീക്വൻസ് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റിനും അങ്ങനെ തന്നെയാണ്. 2 അടുപ്പിച്ചുള്ള നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് 18. ലെഫ്റ്റിക്ക് പോകുന്തോറും മൈനസ് ചെയ്യുക, റൈറ്റിക്ക് പോകുന്തോറും പ്ലസ് ചെയ്യുക. അപ്പോൾ 24 18 മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അടുത്ത 42 കൂടെ 18 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം കിട്ടും. ഇനി മൂന്നാമത്തെ നോക്കുക. ഇതും 2 അടുപ്പിച്ചുള്ള നമ്പർ തന്നിട്ടുള്ള കാരണം അവർ തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. രണ്ടും മൈനസ് ചെയ്ത് പോവാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 സംഖ്യയുടെയും ഇടയിലുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 2 സംഖ്യകൾ ആദ്യം മൈനസ് ചെയ്യുക. അപ്പോൾ 18 കിട്ടും. ഇനി നോക്കുക 24 കഴിഞ്ഞിട്ടുള്ള സംഖ്യകൾ നോക്കുക. ആ സർക്കിളും കൂട്ടുക, അതുപോലെ 42 കൂട്ടുക. 2 സംഖ്യകളാണുള്ളത്. അപ്പോൾ ഈ 18 എന്നുള്ളത് 2 ഇരട്ടിയാണ്. അതായത് 18നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ആണ് കോമൺ ഡിഫറൻസ് കിട്ടുക. സംഖ്യയല്ല, കോമൺ ഡിഫറൻസ്, അതായത് 9. അപ്പോൾ ഈ 9 24 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററത്തെ നമ്പർ കിട്ടും. അതുപോലെ 42 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ കിട്ടും. ഇതേപോലെ തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റിനും. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ 2 സംഖ്യകളാണ് തരാതിരിക്കുന്നത്, അതായത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ അറ്റത്തുള്ള 2 സംഖ്യകൾ മൈനസ് ചെയ്യുക. എന്നിട്ട് എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 24 കൂട്ടാതെ ബാക്കി എത്ര സംഖ്യകളുണ്ട് നോക്കുക. 2 സർക്കിളും ഉണ്ട്, പിന്നെ 42 കൂട്ടുക. അപ്പോൾ 3 സംഖ്യ എന്ന് കിട്ടി. അതിനർത്ഥം 3 ഇരട്ടിയാണ്. ഈ മൈനസ് ചെയ്ത 18 എന്നുള്ള സംഖ്യ 3 ഇരട്ടിയാണെന്ന് കിട്ടി. അപ്പോൾ 18/3 ചെയ്താലാണ് കോമൺ ഡിഫറൻസ് കിട്ടുക. അപ്പോൾ 24 കൂടെ 6 ആഡ് ചെയ്യുക. അതുപോലെ 30 കിട്ടി. 30ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ വീണ്ടും 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 42. അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് വരിക. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ അതേ കണക്ക് പോലെ തന്നെയാണ്. ഇവിടെ സർക്കിളല്ല തന്നേക്കണത്. തേർഡ് ടേം 34, ആറാമത്തെ ടേം 67, ഇങ്ങനെ കണക്കായിട്ട് തന്നേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഡാഷ് ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതായത് തന്നിട്ടുള്ള 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം. അതിന്ന് കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ 37ഉം 67ഉം തമ്മിൽ മൈനസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇത് എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 34 കൂട്ടാതെ 2 ഡാഷും അത് കഴിഞ്ഞാൽ 67 എന്നുള്ള സംഖ്യയും കൂട്ടിയാൽ 3 ഇരട്ടി. 3 സംഖ്യകളാണുള്ളത്. അപ്പോൾ 3 ഇരട്ടിന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം മൈനസ് ചെയ്ത് കിട്ടിയ ഉത്തരം 33. അത് ഹരിക്കണം 3 ചെയ്താൽ കോമൺ ഡിഫറൻസ് കിട്ടി, പൊതു വ്യത്യാസം കിട്ടി 11. ഈ 11 ലെഫ്റ്റിക്ക് പോകുമ്പോൾ കുറച്ച് പോവുക, റൈറ്റിക്ക് പോകുമ്പോൾ കൂട്ടി പോവുക. അങ്ങനെ സീക്വൻസ് 12, 23, 34, 45, 56, 67 ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെയാണ് എല്ലാം ചെയ്യേണ്ടത്. അടുത്ത ടോപ്പിക്ക് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേം. ഇതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത്. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയത്.
അതായത് എ പ്ലസ് ഡി. തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 2d. അങ്ങനെ ഫോർത്ത് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് 3d. ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ എ പ്ലസ് 4d. അതായത് എത്രാമത്തെ ടേമാണോ അതിന്ന് ഒന്ന് കുറച്ചത് ആണ് പ്ലസ് എ പ്ലസ്. ഇപ്പോൾ 100th ടേം എന്നാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് 100 കുറച്ചത് 99d. 50ാമത്തെ ടേം ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് 49d. ഇതാദ്യം മനസ്സിലാക്കി വെക്കാം. അതിൻ്റെ കണക്കുകൾ നോക്കാം. ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 18. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21. അപ്പോൾ ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ 25ാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സീക്വൻസ് ആദ്യം എഴുതുക, അതിന് കോമൺ ഡിഫറൻസ് കിട്ടി. 25ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 24d ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചത്. കഴിഞ്ഞ ടോപ്പിക്കല്ല, കഴിഞ്ഞ പേജിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ എ പ്ലസ് 24d എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതി വയ്ക്കുക. അതിൽ എ നമുക്ക് തന്നിട്ടുണ്ട് 1, അതായത് ഫസ്റ്റ് ടേം, പ്ലസ് 24 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ 241 കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 10ാമത്തെ ടേം 46ആണ്, 11ാമത്തെ ടേം 51 ആണ്. അതിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, അതുപോലെ സീക്വൻസ് എഴുതുക. ഇങ്ങനെ വരുമ്പോൾ ഒരു എളുപ്പവഴിയായിട്ട് 10th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 9d ആണ്. അതുപോലെ 11ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 10d ആണ്. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുക, അതായത് ഏറ്റവും വലുത് ആദ്യം എഴുതുക. അതായത് എ പ്ലസ് 10d ഈക്വൽ ടു 51, അതുപോലെ എ പ്ലസ് 9d ഈക്വൽ ടു 46. ഇവർ തമ്മിൽ മൈനസ് ചെയ്യുക. 51 46 പോകുമ്പോൾ 5, എയും എയും ക്യാൻസലാവും. 10d നിന്ന് 9d പോയി കഴിഞ്ഞാൽ 1d. അപ്പോൾ d ഈക്വൽ ടു 5, അതായത് കോമൺ ഡിഫറൻസ് കിട്ടി 5. ഇതിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇതിട്ട് കൊടുക്കുക. അതായത് എ പ്ലസ് 10d ഈക്വൽ ടു 51 ആ ഇക്വേഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലെ എക്ക് നമ്മൾ എ തന്നെ കൊടുക്കുക, പ്ലസ് 10d ഈക്വൽ ടു 51. അതിൽ എ നമുക്കറിയില്ല, പ്ലസ് 10 ഇൻറ്റു ഡി ഇപ്പോൾ കിട്ടി 5 ഈക്വൽ ടു 51. എ നമുക്ക് ഇതിന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് 1 കിട്ടും, അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ സീക്വൻസ് 1, 6, 11, 16, 21. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് തന്നിട്ടുണ്ട് 100, 95, 90. അതിൻ്റെ 21st ടേമാണ് കണ്ടുപിടിക്കേണ്ടത്, 21ാമത്തെ ടേം. നമുക്കറിയാം 21ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് 20d ആണ്. അതിൽ എ തന്നിട്ടുണ്ട് 100, അതായത് ഫസ്റ്റ് ടേം, പ്ലസ് 20 ഇൻറ്റു ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്, മൈനസ് ചെയ്തിട്ടാണ് പോണത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈനസ് കുറഞ്ഞിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ അവിടെ -5 ആയിരിക്കും കൂട്ടിയിട്ടുണ്ടാവുക. വെറും 5 എന്ന് എഴുതിയിട്ട് -5 എന്നാണ് കൂട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഡിയുടെ അവിടെ -5, ഇത് കയറ്റി ചെയ്യുമ്പോൾ 0. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, 10th ടേം തന്നിട്ടുണ്ട് 56, അതുപോലെ 11th ടേം 51. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇക്വേറ്റ് ചെയ്യുക, അതിന് ഡി കിട്ടും -5. അത് വെച്ചിട്ട് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക സീക്വൻസ്. അടുത്തത് പേജ് നമ്പർ 21. അതിലത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ടേം 15, 8ാമത്തെ ടേം 35. നമുക്കറിയാം ഇങ്ങനെ വേറെ വേറെ ടേമുകൾ വന്നു കഴിഞ്ഞാൽ എ പ്ലസ് 7d ഈക്വൽ ടു 35, എ പ്ലസ് 2d ഈക്വൽ ടു 15 വെച്ചിട്ട് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ ഡിയും കിട്ടും എയും കിട്ടും. ഈ മെത്തേഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസും കിട്ടും, എയും കിട്ടും. നമ്മൾ കഴിഞ്ഞ കണക്കിൽ ഫസ്റ്റ് ടേമും അതുപോലെ സീക്വൻസും എഴുതാനായിരുന്നു. ഈ കണക്കിൽ നമ്മളോട് പറഞ്ഞേക്കണം എന്താ വെച്ചെങ്കിൽ വേറെ വേറെ ടേം കണ്ടുപിടിക്കാനാണ്. അതായത് 13ാമത്തെ ടേം കണ്ടുപിടിക്കുക, 23ാമത്തെ ടേം കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മെത്തേഡിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും, അതുപോലെ എയും കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കണം എന്താ വെച്ചെങ്കിൽ 13ാമത്തെ ടേം കണ്ടുപിടിക്കാനാണ്. അതായത് എ പ്ലസ് 12d. ഇതിൽ എയും ഉണ്ട് ഡിയും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എയുടെ സ്ഥലത്ത് 7 പ്ലസ് 12 ഇൻറ്റു ഡി, ഡിയുടെ സ്ഥലത്ത് 4, അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 55. ഇതാണ് 13th ടേം. അതുപോലെ 23ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എ പ്ലസ് 12d. അതിൽ എയും ഉണ്ട് ഡിയും ഉണ്ട്.
ഇത് ചെയ്യുമ്പോൾ 95 എന്ന് കിട്ടും. ഇതിലത്തെ എല്ലാ കണക്കും ഇങ്ങനെ തന്നെയാണ്. അടുത്തത് 22ാമത്തെ പേജത്തെ ക്വസ്റ്റ്യൻസാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 13, 24, 35. ഈ സീക്വൻസിൽ 101 എന്നുള്ളത് ഒരു ടേം ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് 101 എന്നുള്ളത് ഈ സീക്വൻസിലുണ്ടോ? ഇതെല്ലാം എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യുക വെച്ചെങ്കിൽ, സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ 11 കോമൺ ഡിഫറൻസ്. ഇനി 101 എന്നുള്ള സംഖ്യ, അതായത് നമ്മളോട് ഏതാണോ നോക്കാൻ പറഞ്ഞ സംഖ്യ, ആ സംഖ്യ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമിനോട് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും. ഈ 88 നമ്മുടെ കോമൺ ഡിഫറൻസിനായിട്ട് ഡിവിസിബിൾ ആണോ നോക്കുക. അതായത് ഇവർ തമ്മിൽ ഹരിക്കുമ്പോൾ ശിഷ്ടം വരാതിരിക്കുകയാണെങ്കിൽ ആ സംഖ്യ ഈ ടേമിൽ ഉള്ളൊരു സംഖ്യയാണ്, ഈ സീക്വൻസിലുള്ളൊരു സംഖ്യയാണ്. 101 എന്നുള്ളത് ഇതിലത്തെ ഒരു ടേമാണ്. ഇനി ശിഷ്ടം വരിക എന്നുണ്ടെങ്കിൽ ഇത് ടേമല്ല. അപ്പം 1001 കാര്യം ചോദിച്ചിട്ടുണ്ട്. 1001 ഇതുപോലെ മൈനസ് ചെയ്യുക, ഫസ്റ്റ് ടേമിനായിട്ട് മൈനസ് ചെയ്യുക. ആ സംഖ്യ 11 അതിനായിട്ട് ഡിവിസിബിൾ ആണോ നോക്കുക. ഇവിടെ ശിഷ്ടം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഡിവിസിബിൾ അല്ല. അത് കാരണം ഇതൊരു ടേമല്ല. അതായത് 1001 എന്നുള്ളത് ഒരു ടേമല്ല. ഇനി വേറെ കുറേ സംഖ്യകൾ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഡിവിസിബിളാണോ അല്ലേ നോക്കിയിട്ട് ടേം ആണോ അല്ലേന്ന് എഴുതാനാണ് പറയണത്. അപ്പോൾ സീക്വൻസ് വന്നിട്ടുണ്ട് 11, 22, 33. അപ്പോൾ ആദ്യം നമ്മൾ 123 ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ 123 ആദ്യം ഫസ്റ്റ് ടേം ആയിട്ടുള്ള 11 മൈനസ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 10 ഡിവിസിബിൾ ആണോ നോക്കുക. അല്ല. ഇങ്ങനെ ഓരോന്നും ചെയ്ത് നോക്കുക. അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയണത് എന്താ വെച്ചെങ്കിൽ, ഈ ടേബിളിൽ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതായത് ടേം ആണെന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യകൾ, ആ സംഖ്യകൾ എത്രാമത്തെ പൊസിഷനാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടേം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ടേം ആണോ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എത്രാമത്തെ ടേം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ടേബിൾ നോക്കുക. 123 ടേം അല്ല, പക്ഷേ 132 ടേമാണ് ഇതിലത്തെ. അത് എത്രാമത്തെ ടേമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, ഒരു ടേമിനെ നമ്മൾ കണക്കാക്കുന്നത് A+TD ആയിട്ടാണ്. അതായത് 100ാമത്തെ ടേമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ A+99D എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ എത്രാമത്തേന്ന് അറിയില്ല. അപ്പോൾ നമ്മൾക്ക് ആ സ്ഥലത്ത് നമുക്ക് ടി എന്ന് കൊടുക്കുക. അപ്പോൾ 132 എന്നുള്ളത് ഈക്വൽ ടു A+TD. നമുക്ക് എത്രാമത്തെന്ന് അറിയാത്ത കാരണം അവിടെ ടി എന്ന് കൊടുക്കുക. ഇവിടെ എ ഉണ്ട്, സീക്വൻസിൽ ഒന്നാമത്തെ ടേം കൊടുക്കുക, പ്ലസ് ടിക്ക് അത് അവിടെ തന്നെ വയ്ക്കുക, ഇൻറ്റു 11, അതായത് കോമൺ ഡിഫറൻസ്. ഇനി ടിയുടെ മുന്നത്തെ 11 ഇപ്പുറത്തേക്ക് പോവുക, ഈക്വൽ ടു ടി ഇൻറ്റു 11. അപ്പോൾ രണ്ടും മൈനസ് ചെയ്യുക. 121 ഈക്വൽ ടു ടി ഇൻറ്റു 11. 11 ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അത് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അങ്ങനെ 121 ഹരിക്കണം 11 ഈക്വൽ ടു 11, അതായത് ടി ഈക്വൽ ടു 11. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് ഇതിട്ട് കൊടുക്കുമ്പോൾ A+TD അവിടെയാണ് 11. അപ്പോൾ A+11D എന്ന് പറയണത് 12th ടേമാണ്. അപ്പോൾ ഈ ടി 11 കിട്ടിക്കഴിഞ്ഞാൽ 11th ടേം എന്ന് എഴുതി വയ്ക്കരുത്. A+TD, അതായത് A+11D ആണ് 12. നമ്മൾ 12th ടേം എഴുതുമ്പോൾ A+11D ആണ് എഴുതുക. അപ്പോൾ 13ാമത്തെ ടേം എന്നുണ്ടെങ്കിൽ A+12D. അപ്പോൾ ടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പ്ലസ് ചെയ്തതായിരിക്കും അതിൻ്റെ ടേം. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കണക്ക്. നാലാമത്തെ കണക്ക് ജസ്റ്റ് നോക്കാം. സീക്വൻസ് 4, അര, 3/4. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. അരയിൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 4 അങ്ങനെ D 4 കിട്ടി. അപ്പോൾ നമ്മുടെ ആ ടേം നേരത്തെ ഇതേപോലെ 3 ഈക്വൽ ടു A+TD എന്നുള്ള ഇക്വേഷനിൽ എഴുതി. ഫസ്റ്റ് ടേം എഴുതി, പ്ലസ് ടിയുടെ അവിടെ ടി തന്നെ കൊടുത്തു, ഇൻറ്റു 4. ഇനി ടിയുടെ മുന്നത്തെ 4 ഇപ്പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ 2.25. ഈ 2.25 കൂടെ ഇതേപോലെ അപ്പുറത്തുള്ള 1/4 ഡിവിഷനായിട്ട് വരുമ്പോൾ ടി ഈക്വൽ ടു 11. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി.
അതായത് 2/4 ഹരിക്കണം 4. അപ്പോൾ 2/4 ആദ്യം ഇങ്ങനെ വരയ്ക്കുക. അതിൽ എത്ര കാലുകൾ ചേർന്നിട്ടാണെന്ന് നോക്കണമെങ്കിൽ ഒരു സർക്കിൾ 4 കാലെന്നറിയാം, 2 സർക്കിളാകുമ്പോൾ 8, പിന്നെ എക്സ്ട്രാ ഒരു 3/4. അപ്പോൾ 8 + 3 13. അപ്പോൾ 2/4 എത്ര കാലുണ്ട് ചോദിക്കുമ്പോൾ 11. ഇനി അഞ്ചാമത്തേൽ 3/4 ഹരിക്കണം 4 ആയിരുന്നു. അപ്പോൾ 3 ഫുൾ സർക്കിൾ വരയ്ക്കുക. ആ 3 ഫുൾ സർക്കിളിൽ 4 കാലുകളുണ്ടാവും, അതായത് 3 × 4 12. പിന്നെ എക്സ്ട്രാ 3/4 എന്ന് പറയുമ്പോൾ 3 കാലുണ്ടാവുക. അപ്പോൾ 12 + 3 15. ആറാമത്തെ ക്വസ്റ്റ്യനിൽ 2/4 ഹരിക്കണം 3/4 2 ഫുൾ സർക്കിൾ വരയ്ക്കുക, എക്സ്ട്രാ ഒരു കാല്, 3 കാലുകൾ ചേർന്നിട്ടാണ് 3/4. അപ്പോൾ ഒരു സർക്കിളിൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ആ ഒരെണ്ണത്തിൻ്റെ ബാക്കിയുള്ളത് അടുത്ത സർക്കിളിനായിട്ട് എടുക്കുക. അപ്പോൾ അടുത്ത സർക്കിളിലെ 2 എണ്ണം, പിന്നെ നേരത്തെ ഒരെണ്ണം ബാക്കി, പിന്നെ രണ്ടാമത്തെ സർക്കിളിലെ 2 എണ്ണവും എക്സ്ട്രാ ഒരു കാലും, അങ്ങനെ കറക്റ്റ് 3 എണ്ണമായിട്ട് കിട്ടും. അടുത്ത ടോപ്പിക്കാണ് ടേം കണക്ഷൻസ്. ഇവിടെ 2 റൂൾസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ റൂള്, ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തിലുള്ള 2 പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ 2 മടങ്ങാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. 2, 4, 6, 8, 10. അതിൽ 6 എന്നുള്ളതാണ് മിഡിൽ ടേം. അതിന് ഒരേ അകലത്തിലുള്ള മുന്നിലും പിന്നിലും എന്ന് പറയുമ്പോൾ നമ്മൾ 4 എടുക്കുകയെന്നുണ്ടെങ്കിൽ 8 എടുക്കണം. അതുപോലെ 2 എടുക്കുന്നത് വെച്ചെങ്കിൽ 10 എടുക്കണം. അതായത് സെൻട്രലിൽ 6 ഒരേ അകലത്തിൽ മുന്നിലേക്കാണെന്നുണ്ടെങ്കിൽ അതേ അകലത്തിൽ പിന്നിലേക്കും പോകണം. അങ്ങനെ കിട്ടുന്ന 2 സംഖ്യയുള്ള തുക സെൻട്രലിൽ ഏതാണോ സംഖ്യ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ സെൻട്രലിൽ 6 സംഖ്യ. അപ്പോൾ 4 8 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എത്രയാണ്? 12. അപ്പോൾ 6ൻ്റെ ഇരട്ടിയാണ് 12. അതുപോലെ നമ്മൾ 2 10 എടുക്കുകയെന്നുണ്ടെങ്കിൽ 12, അതും 6ൻ്റെ ഇരട്ടിയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പോൾ അതിൻ്റെ അടിയിൽ വേറൊരു സീക്വൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മിഡിൽ ടേം 10. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യ അതിൻ്റെ സമ്മ് 10ൻ്റെ ഇരട്ടിയാണ് വേണ്ടത്. 10ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഒരു സംഖ്യ 5 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള സംഖ്യ എന്തായിരിക്കണം? 20 മൈനസ് ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കണം, അതായത് 15. അതുപോലെ ഏറ്റവും അറ്റത്ത് 20. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതേ അകലത്തിലുള്ള മുന്നത്തെ സംഖ്യയും അതിൻ്റെ സമ്മ് 20 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ 20 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നത്തെ സംഖ്യ 20 പ്ലസ് എന്തോ കൂട്ടിയിട്ട് 20 കിട്ടണം, അതായത് 0. അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെയാണ് വരിക. അതിൻ്റെ രണ്ടാമത്തെ റൂള്, ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെയും അതിന് മുന്നിലും പിന്നിലും തുടർച്ചയായ ഒരേ എണ്ണം പദങ്ങളുടെയും തുക നടുവിലെ പദത്തിൻ്റെയും മൊത്തം പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലമാണ്. അതൊരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ 10th ടേം 25 അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ വാട്ട് ഓൾ സം ക്യാൻ വി കമ്പ്യൂട്ടിങ് യൂസിങ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബവ്. അതിൽ ഒന്നാമത്തെ നോക്കുക. ഇവിടെ 9ാമത്തെ ടേമും 11ാമത്തെ ടേമും അതിന് പ്ലസ് ചെയ്തതായിരിക്കും 10th ടേം ആയിട്ടുള്ള 25ൻ്റെ ഇരട്ടി. അതായത് മിഡിൽ ടേം ആണ് ഈ 10. 10ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യയാണ് 9ഉം 11ഉം. 10 25 ആണെന്നുണ്ടെങ്കിൽ 9ഉം 11ഉം ഈ 10ൻ്റെ ഇരട്ടിയായിരിക്കും. നമ്മൾ നേരത്തെ 2 4 6 8 എന്നുള്ളതിൽ 6നെ വെച്ച് ചെയ്ത പോലെ. അതുപോലെ 9ൻ്റെ ലെഫ്റ്റ് സൈഡും 11ൻ്റെ അപ്പുറത്തെ സൈഡും എന്ന് പറയുമ്പോൾ 8 12, അതായത് ഒരേ അകലത്തിൽ സെൻറ്ററിൽ അപ്പോഴും 10 തന്നെയാണ്. അപ്പോൾ 8 12 ഇവർ തമ്മിലുള്ള സമ്മാണിച്ചെങ്കിലും ഈ 25 ഇരട്ടിയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ നോക്കുക, ദ സം ഓഫ് ടേം ഇൻ പൊസിഷൻ 9 10 11. അതായത് 10ാമത്തെയാണ് നമ്മൾ മിഡിൽ ടേം. ഇതിനപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യയാണ് 9 11. അപ്പോൾ ഈ 9ഉം 11ഉം സം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 10 എന്തായിരുന്നു? 25ൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഈ 9 10 11 എന്നുള്ളത് എത്ര എണ്ണമാണ്? 3 ടേംസ് ഉണ്ട് അതിൽ. ഈ 3 ടേംസ് ഇൻറ്റു മിഡിൽ ടേം കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ആ 3 സംഖ്യകളുടെയും സമ്മ് കിട്ടും. ഇവിടെ ഈ 9 10 11 എന്നുള്ളത് പൊസിഷനുകളാണ്, അതായത് സ്ഥാനങ്ങളാണ്, അല്ലാണ്ട് പദങ്ങളല്ല. അപ്പോൾ ഇവിടെ മിഡിൽ ടേം ആണ് 10.
ആ മിഡിൽ ടേമിൻ്റെ സംഖ്യ എന്താണ് 25. അപ്പോൾ 25 ഇൻറ്റു എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ സമം കിട്ടും. ഇനി അടുത്തത് 5 എണ്ണത്തിൻ്റെ. അപ്പോൾ ഈ 5 എണ്ണത്തിൻ്റെ മിഡിൽ ടേം എന്താണോ 10 10ാമത്തെ സ്ഥാനത്തുള്ള മിഡിൽ ടേം ആണ് 25. 25 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട് ഇവിടെ 5 എണ്ണം. 25 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ ഈ 5 ടേംസിൻ്റെയും സമം കിട്ടും. അപ്പോൾ അതാണ് അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള റൂളിൽ പറയുന്നത്. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറേ പദങ്ങൾ എണ്ണം ഒറ്റസംഖ്യ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ തുക നടുവിലെ പദത്തിൻ്റെയും പദങ്ങളുടെ എണ്ണത്തിൻ്റെയും ഗുണനഫലമാണ്. അതായത് ഇവിടെ ഇപ്പോൾ 3ഉം 5ഉള്ളത് എന്താണ് ഒറ്റസംഖ്യയാണ്. അപ്പോൾ ഒറ്റസംഖ്യകൾക്ക് മാത്രമാണ് മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാലാണ് സമ്മ് കണ്ടുപിടിക്കാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ് 25ആണ്. ആ 25 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട് പദങ്ങളുടെ എണ്ണം 3 ഇൻറ്റു മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ടേമിൻ്റെയും സമം കിട്ടും. അതുപോലെ തന്നെ 5ഉം. അപ്പോൾ ഒറ്റസംഖ്യ ആണെങ്കിൽ മാത്രമാണ് മിഡിൽ ടേം ഉണ്ടാവുള്ളൂ. ഇരട്ടസംഖ്യ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ടേം ഉണ്ടാവില്ല. കാരണം നടുവിൽ 2 സംഖ്യകൾ വരും. അപ്പോൾ അത് വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല. ഈ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 26. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4ാമത്തെ ടേം 8 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് 3ഉം 5ഉം 2ഉം 6ഉം 1ഉം 7ഉം ഇവരുടെ സമ്മ. അപ്പോൾ നമ്മൾ ഈ ടോപ്പിൽ പഠിച്ചതെന്ന് വെച്ചെങ്കിൽ സെൻറ്ററത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും അവരുടെ തൊട്ടടുത്ത് വരുന്ന സംഖ്യകളുടെ സമ്മ. അതായത് 3ഉം 5ൻ്റെയും സമ്മ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അതുപോലെ 2ഉം 6ൻ്റെയും സമ്മ എന്ന് പറയുന്നത് 16 ആയിരിക്കും. അതുപോലെ 1ഉം 7ഉം അവരുടെ സമ്മ 16 ആയിരിക്കും. അപ്പോൾ അതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സം ഓഫ് 3rd 4th 5th. അതായത് 3 4 5 നമുക്കറിയാം ഇത് ഓഡ് നമ്പേഴ്സാണ്. അവരുടെ മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ അതേ ഇൻറ്റു ഇതിൽ എത്ര ടേം ഉണ്ട് അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ടേമിൻ്റെയും സമ്മ കിട്ടും. അതായത് മിഡിൽ ടേം 8 തന്നിട്ടുണ്ട്. 8 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 3 ടേമിൻ്റെ സമ്മ കിട്ടും. അതിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ 5 ടേംസ് എന്നായിരുന്നു. അപ്പോൾ 5 ടേംസ് എന്ന് പറയുമ്പോൾ അതും ഓഡ് നമ്പറാണ്. അതിൻ്റെ മിഡിൽ ടേം ആണ് 8. അപ്പോൾ 8 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 5 ടേംസിൻ്റെ സമ്മ കിട്ടും. അടുത്തത് 7 ടേമിൻ്റെ സമ്മ കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 7 ടേമിൻ്റെ സമ്മ 56. ഇനി അതിൻ്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് 2. സം ഓഫ് 9th 10th 11th ടേം 90 അതായത് 3 സംഖ്യകളും ഇൻറ്റു ചെയ്ത് കിട്ടിയതാണ് 90. അപ്പോൾ നമുക്കറിയാം മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു എത്ര ടേം ഉണ്ട് അതാണ് 90. അപ്പോൾ മിഡിൽ ടേം നമുക്ക് എക്സ് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു 3 ആണ് 90. എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ 90 ഹരിക്കണം 3 അതായത് 30. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന സംഭവമാണ് മിഡിൽ ടേം. അപ്പോൾ 10th ടേം ആണ് 30. അതായത് 10th ടേം എന്ന് പറയുമ്പോൾ a + 9d അതാണ് 30. ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ a കിട്ടും. അതായത് ഫസ്റ്റ് ടേം കിട്ടും. ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 2. അത് വെച്ചിട്ട് സീക്വൻസ് ചെയ്താം. അടുത്ത ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 26. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് 3 ഐതമെറ്റിക് സീക്വൻസ് വിത്ത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ആസ് 70. അതായത് 7 ടേംസിൻ്റെ സമ്മാണ് 70. അപ്പോൾ ഇവിടെ 7 എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് ഒറ്റസംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം 4 ആണ്. അപ്പോൾ ഈ 7 ടേമിന് സമ്മ കിട്ടിയിട്ടുണ്ട്. ഈ 7 ടേമിൻ്റെ സമ്മ ഹരിക്കണം 7 ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേം ആയിട്ടുള്ള 4th ടേമാണ് കിട്ടുക. അതായത് 70/7 10. ഇനി നമുക്കറിയാം മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ മിഡിൽ ടേമിൻ്റെ ഇരട്ടിയായിരിക്കണം. അപ്പോൾ 10 എന്നാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന സംഖ്യകൾ കൂട്ടുമ്പോൾ 20 കിട്ടണം. അപ്പോൾ 9 11 അതുപോലെ 8 12 അതൊക്കെ കോമൺ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ്. 1ാമത്തെ സീക്വൻസ് ചെയ്തിരിക്കുന്നത് കോമൺ ഡിഫറൻസ് 1 ആകുമ്പോൾ എന്താ വരിക, അടുത്തത് 2 ആകുമ്പോൾ എന്താ വരിക, 3 ആകുമ്പോൾ എന്താ വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അതിന് 2ാമത്തെ ക്വസ്റ്റ്യൻ സം ഓഫ് ഫസ്റ്റ് ടേംസ് ഓഫ് എൻ ഐതമെറ്റിക് സീക്വൻസ് ഈസ് 30. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം 30 ഹരിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം കിട്ടും. അതായത് 2ാമത്തെ ടേം കിട്ടും. ഇനി സം ഓഫ് ഫസ്റ്റ് 7 ടേം ഈസ് 140.
അപ്പോൾ 140 ഹരിക്കണം 7 ചെയ്ത് കഴിഞ്ഞാൽ 4th ടേം കിട്ടും. ഇനി അതിലത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഫസ്റ്റ് 3 ടേംസ് എഴുതുക. അപ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ നാലാമത്തെ ടേം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് എത്ര ടൈംസ് ആണ്, അതായത് എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 5 കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് സീക്വൻസ് ചെയ്താൽ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുക. അതിന് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് 11th ആൻഡ് 21st ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസസ് 80. വാട്ട് ഇസ് ദ 16th ടേം? അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്യുക. ഈ ഒരു പാറ്റേൺ ജസ്റ്റ് നോക്കുക. ഇവിടെ മിഡ് ടേം ആണ് 16. അതായത് ഇതിൻ്റെ ഈക്വൽ ഡിസ്റ്റൻസിൽ പിന്നിന്നും മുന്നിന്നും ഓരോ ടേംസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 80 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ പകുതി ആയിരിക്കും അതിൻ്റെ മിഡ് ടേം. അപ്പോൾ 16 എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേം 40. അതിന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് എ പെൻറ്റഗൺ ആർ അരിത്മെറ്റിക് സീക്വൻസ്. പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 ആംഗിൾസാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഒരു പെൻറ്റഗണിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ അത് n-2 × 180 വെച്ച് ചെയ്യുമ്പോൾ 540 കിട്ടുക. അതൊരു ഒറ്റസംഖ്യയാണ്, അതായത് 5 ടേം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 5 ആംഗിൾ എന്ന് പറയുമ്പോൾ 5 ടേം എന്ന് വിചാരിക്കുക. അപ്പോൾ 540 കിട്ടി, 5 ടേം എന്നും കിട്ടി. അപ്പോൾ നമുക്കത് അറിയാം ഒറ്റസംഖ്യയാണ്. അപ്പോൾ 540 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് മിഡിൽ ടേം ആണ് കിട്ടുക, അതായത് തേർഡ് ടേം, അതായത് തേർഡ് ആംഗിൾ. അതാണ് അതിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 40 ഡിഗ്രി, അതായത് ഫസ്റ്റ് ടേം 40 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 40, പിന്നെ സെക്കൻഡ് ടേം നമുക്കറിയില്ല, മൂന്നാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു 108. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും. എന്നിട്ട് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് വാട്ട് ആർ ദ അതർ ആംഗിൾസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ ദ സ്മോളസ്റ്റ് ആംഗിൾ ബി 36? അതായത് 36 ഇതിലത്തെ ഒരു ടേം ആണോ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പോൾ നമുക്കറിയാം ഇവർ തമ്മിൽ ആദ്യം മൈനസ് ചെയ്യുക, എത്ര ഇരട്ടിയെന്ന് കണ്ടുപിടിക്കുക, ആംഗിൾസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക, അതായത് സീക്വൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഇനി നോക്കുക, 36, 72, 108, 140, 180. ഇതൊക്കെ നമ്മൾ ചെയ്യണത് സമ്മ നോക്കിയിട്ടാണ്. അതായത് സെൻറ്ററിൽ 108 നമുക്കറിയാം. അങ്ങനെ വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ള സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഈ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 180 എന്നുള്ളത് ഒരിക്കലും ഒരു പോളിഗണിൻ്റെ ആംഗിൾ വരില്ല. അതുകൊണ്ട് ഇതൊരു ടേം അല്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 136 നമ്മൾ മുന്നേ ഈ ടേം ഇതിൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത്, ശിഷ്ടം വരുമോ എന്നൊക്കെ നോക്കിയിട്ട്, റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അത് സീക്വൻസ് അല്ല എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു 36 ഇതിലത്തൊരു ടേം അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഈ സ്മോളസ്റ്റ് ആംഗിൾ 36 ആവാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. അടുത്തത് സമ്മിൻ്റെ ഇക്വേഷൻ നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 30. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയ 4 സമാന്തര ശ്രേണികൾ എഴുതുക. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഓഡ് നമ്പർ ആണെന്നെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഈ സമ്മ് ഹരിക്കണം 4 ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേം കിട്ടും. പക്ഷേ ഇവിടെ ഇതൊരു ഓഡ് നമ്പർ അല്ല, ഇതൊരു ഇരട്ടസംഖ്യയാണ്. അപ്പോൾ നമുക്ക് 100 ഹരിക്കണം 4 ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേം കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചെങ്കിൽ 100 ഹരിക്കണം 2 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിന് പകുതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അറ്റങ്ങളത്തെ നമ്പർ കിട്ടും. അതായത് 100 ആണെന്നുണ്ടെങ്കിൽ ഇതിന് പകുതി ആയിട്ടുള്ള 50, ഈ 50 ആയിരിക്കും 2 അറ്റങ്ങളിലും വരുന്ന സംഖ്യകളുടെ തുക. ഫസ്റ്റ് സീക്വൻസ് നോക്കുക, 10, 40. അതായത് ഒന്നാമത്തെ ടേം 10ഉം ലാസ്റ്റ് ടേം, അതായത് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 4 ടേം പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നാലാമത്തെ ടേം 40 ആയിരിക്കണം. അപ്പോൾ 10 ആണെച്ചെങ്കിൽ
ഏറ്റവും അറ്റത്തെ സംഖ്യ 40 ആയിരിക്കണം. രണ്ടാമത്തെ സംഖ്യ 20 ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സംഖ്യ 30 ആയിരിക്കണം. എന്നാലാണ് 50 കിട്ടുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ മെത്തേഡിൽ ചെയ്യാം, അതായത് സമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5, പിന്നെ സം ഓഫ് 6 ടേം 105 അപ്പോൾ ഇവിടെയും ഇരട്ട സംഖ്യയാണ്. ഒറ്റ സംഖ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മ് ഹരിക്കണം എത്ര ടേം ഉണ്ടെന്ന് ഹരിച്ച് കഴിഞ്ഞാൽ മിഡിൽ ടേം കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ഇരട്ട സംഖ്യ ആയ കാരണം നമ്മൾ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഡി കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഇതിലുണ്ട്, അപ്പോൾ സീക്വൻസ് ചെയ്താം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് 7th ആൻഡ് 8th ടേം ഓഫ് എ സീക്വൻസ് 50 കാൽക്കുലേറ്റ് ഫസ്റ്റ് 14 ടേം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് 7th ടേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം a+6d, 8th ടേം എന്ന് പറയുമ്പോൾ a+7d. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആ മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ സമ്മിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സം 14 ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്നിൻ്റെ അവിടെ 14 ഇട്ട് കൊടുക്കുക. ആൻസർ 350. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. അതിൽ ഒന്നാമത്തെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300. അപ്പോൾ അതൊരു ഓഡ് നമ്പറാണ്. 300 ഹരിക്കണം 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ സെക്കൻഡ് ടേം 100, ഫസ്റ്റ് ടേം 30. അപ്പോൾ രണ്ട് അടുത്തടുത്ത സംഖ്യകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ കോമൺ ഡിഫറൻസ് 70 കിട്ടും. അങ്ങനെ വെച്ചെങ്കിൽ AP 30, 100, 170. അടുത്തത് ഫസ്റ്റ് ടേം 30. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ആണ് 300. അപ്പോൾ അത് ഓഡ് നമ്പർ അല്ല. ഈവൻ നമ്പർ വരികയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 30. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് ഏറ്റവും ലാസ്റ്റ് ടേമാണ്, അതായത് 4th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4th ടേം എന്തായിരിക്കും? നമുക്കറിയാം 300 ഹരിക്കണം 2, 150 ചെയ്ത് കഴിഞ്ഞാൽ ഈ 150 ആയിരിക്കും ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും നമ്പറിൻ്റെ സമ്മ്. ഫസ്റ്റ് ടേം നമുക്ക് 30 ഉണ്ട്. അങ്ങനെ വെച്ചാൽ 150 നിന്ന് 30 പോയതായിരിക്കും ലാസ്റ്റ് ടേം, അതായത് നാലാമത്തെ ടേം. അപ്പോൾ നാലാമത്തെ ടേം 120 കിട്ടി. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെയും നാലാമത്തെയും കിട്ടിക്കഴിഞ്ഞാൽ ഇടയിൽ 2 നമ്പറുകളാണ് പിന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് AP കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം 30 തന്നെയാണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300. അപ്പോൾ 300 ഹരിക്കണം 5 ചെയ്ത് കഴിഞ്ഞാൽ മിഡിൽ ടേം ആയിട്ടുള്ള തേർഡ് ടേം കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേമും തേർഡ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് AP കണ്ടുപിടിക്കാം. അടുത്ത നാലാമത്തെ ഫസ്റ്റ് ടേം 30ഉം ഫസ്റ്റ് 6 ടേമിൻ്റെ സമ്മാണ് 300. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് ടേമും 6th ടേമാണ് ഇതൊന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6th ടേം കണ്ടുപിടിക്കണമെങ്കിൽ 300 ഹരിക്കണം 3. ഈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100. അതായത് ഈ 100 ഒന്നാമത്തെയും 6ാമത്തെയും ടേംസ് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ടേം 30ഉം അതിന്ന് 6ാമത്തെ ടേം കണ്ടുപിടിക്കാം. 100 - 30 70. ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടേംസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടുന്ന രീതിക്ക് ചെയ്യാം. അതാണ് സൈഡിൽ ബോക്സിലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ a+5d 70 എന്നുണ്ട്. അതായത് 6th ടേം എന്ന് പറയുമ്പോൾ a+5d ആണ്. a ഇട്ട് കൊടുക്കുക 30 + 5d = 70. അതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക 8. അങ്ങനെ വേണമെങ്കിൽ സീക്വൻസ് ചെയ്താം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം 30, 6th ടേം 70. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര സംഖ്യ ഉണ്ടോ അത് ആദ്യം ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ എത്ര ഇരട്ടിയാണെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം.